ശബരിമലയിൽ നിന്ന് കളവ് പോയ സ്വർണം ബെല്ലാരിയിലെ റോഥം ജ്വല്ലറിയിൽ നിന്ന് കണ്ടെത്തി പ്രത്യേക അന്വേഷണ സംഘം. തനിക്ക് പല കാര്യങ്ങളും അറിയാമെന്ന് ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ ന്യൂസ് 18നോട്. ബംഗളൂരു ശ്രീരാംപുരയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിലും SITയുടെ പരിശോധന. സ്വർണം കണ്ടെത്തിയതിൽ സന്തോഷമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. ശബരിമല സ്വർണ്ണമോഷണത്തിൽ ദേവസ്വം മന്ത്രി VN വാസവന്റെ പങ്ക് കണ്ടെത്തിയിട്ടുണ്ടെന്ന് BJP. അന്വേഷിക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ. കനത്ത മഴയെ അവഗണിച്ചും സെക്രട്ടേറിയറ്റ് വളഞ്ഞ് BJP പ്രവർത്തകരുടെ രാപ്പകൽ സമരം തുടരുന്നു. മെസ്സി ആരാധകരുടെ കാത്തിരിപ്പ് വെറുതെയായി. ഫുട്ബോൾ മിശിക കേരളത്തിലേക്ക് വരില്ല. ഫിഫയുടെ അനുമതിയില്ല എന്ന് സ്ഥിരീകരിച്ച സ്പോൺസർ ആൻഡ്രോ അഗസ്റ്റിൻ. പഴി മാധ്യമങ്ങൾക്ക്. ഫിഫ വിൻഡോ നമുക്ക് അനുവദിച്ച് തന്നത് ഫിഫയ്ക്ക് സ്റ്റേഡിയത്തിന് അപ്രൂവൽ തരാമെന്ന് ധാരണയുള്ളതുകൊണ്ടാണ് അവർ അനുവദിച്ച് തന്നത്. അതുകൊണ്ടാണ് അത് അപ്രൂവൽ കിട്ടാതെ പോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല എന്ന് പറയാൻ കാരണം. കളി മുടക്കാൻ നാട്ടിലെ ചിലർ ഫിഫയ്ക്ക് ഇമെയിൽ അയച്ചെന്ന് കായിക മന്ത്രി V അബ്ദുറഹ്മാൻ. സ്റ്റേഡിയമില്ല എന്ന മുടന്ത ന്യായം പറഞ്ഞ് മുഖം രക്ഷിക്കാൻ ശ്രമം. PM ശ്രീയിലിടഞ്ഞ CPIയെ അനുനയിപ്പിക്കാൻ CPM. നേതൃതലത്തിൽ ഒത്തുതീർപ്പിലേക്ക് സൂചന. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ലെന്ന് ഉറപ്പ് നൽകി പ്രശ്നം തീർക്കാൻ നീക്കം. CPI പാർട്ടി ആസ്ഥാനത്ത് സെക്രട്ടറി ബിനോയ് വിശ്വത്തെ ചെന്ന് കണ്ട് മന്ത്രി V ശിവൻകുട്ടി. നാലര വർഷത്തിന് ശേഷം ആലപ്പുഴയിലെ സർക്കാർ പരിപാടിയുടെ പോസ്റ്ററിൽ മുൻമന്ത്രി G സുധാകരന്റെ ചിത്രം. തോട്ടപ്പള്ളി നാൽച്ചിറ പാലം ഉദ്ഘാടന പോസ്റ്ററിൽ സുധാകരന്റെ ചിത്രം ഉൾപ്പെടുത്തിയത് ആലപ്പുഴ CPM രാഷ്ട്രീയത്തിൽ നിർണായകം. പാലം ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി.